അപ്പൊ ഇപ്പൊ നമ്മുടെ കുട്ടികൾ പലരും പറയും ഞങ്ങൾക്ക് പോകുന്നു ലണ്ടന് പോകണം. ഞാൻ ഓരോ ദിവസം കാണുമ്പോൾ ആൾക്കാരോട് ചോദിക്കും എന്താ സ്ഥിതി? ഒരുത്തൻ ലണ്ടനില, ഒരുത്തൻ ഓസ്ട്രേലിയയില. അപ്പൊ നമ്മളെ ആൾക്കാർ വിചാരിച്ച ലണ്ടനിൽ പോയിട്ട് ആ ലണ്ടൻ ബ്രിഡ്ജിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന പലരും വിചാരം. ലണ്ടൻ ബ്രിഡ്ജ് ഇങ്ങനെ കണ്ട് പിന്നെ തേംസ് നദിയുടെ തീരത്തു കൂടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നത് പോലെ ആഹ്ലാദിച്ച് നടക്കുകയാണ് നമ്മുടെ കുട്ടികളിൽ എന്നാണ് പല ആളുടെയും വിചാരം. എന്നാൽ അത് വസ്തുതാപരമായി ശരിയാണോ? ഏറ്റവും മികച്ച കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോയി ചേരുന്നത് എത്രക്കറിയാം? അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നടത്താൻ അവിടെ പൈസ ഇല്ല. അവിടുത്തെ യൂണിവേഴ്സിറ്റി നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഓരോ കൊല്ലവും ഫീസ് വർദ്ധിപ്പിക്കുക. ആ വർദ്ധിപ്പിക്കുന്ന ഫീസ് ആരിൽ നിന്നാണ് ഈടാക്കുന്നത്? പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നാണ്. അവിടുത്തെ കുട്ടി 50 റുപ്യ ഫീസ് കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ കുട്ടി 500 റുപ്യ ഫീസിനാണ് അവിടെ പഠിക്കുന്നത്. അതാദ്യം മനസ്സിലായിക്കൊള്ളും. യഥാർത്ഥ ക്യാമ്പസിലല്ല പഠിക്കുന്നത്, അവരുടെ ഓഫ് ക്യാമ്പസിലാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് ഒരു നിബന്ധന കൂടിയുണ്ട്, ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം. അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ച് ജോലി ചെയ്തപ്പോ എന്താ കുഴപ്പം? ഏത് ജോലിയാണ് ചെയ്യിപ്പിക്കുന്നത്? അവിടെ ഇപ്പോ കുട്ടികളില്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കൊള്ളണം. യൂറോപ്പില് വികസിത രാജ്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. അച്ഛനും അമ്മയും കുട്ടിയും പേരക്കുട്ടിയുമായി ജീവിക്കാനുള്ള വരുമാനം മുതലാളിത്ത സമൂഹ ഘടനയിൽ ഇല്ലാതായി. അവിടെ മൂല്യബോധം തന്നെ മാറി. നമ്മളെവിടെയൊക്കെ ചെക്കനും പെണ്ണും ഇഷ്ടപ്പെട്ട് വീട്ടുകാരാലോചിച്ച് അവർ കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ചാൽ പിന്നീട് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ എങ്ങനെയാ? ആദ്യം കുട്ടികൾ ഉണ്ടാവുകയും പിന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. മനസ്സിലായോ? എന്തിപ്പോ അത് അങ്ങനെയത്? നമ്മളിവിടെ കല്യാണം കഴിഞ്ഞിട്ടാ കുട്ടി, അവിടെ കുട്ടികളൊക്കെ കൂടി വന്നിട്ടാണ് അച്ഛൻ്റെ അമ്മേൻ്റെയും കല്യാണത്തിൽ പങ്കെടുക്കുന്നത്. എന്താ അതിന്റെ കാര്യം? ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല. അങ്ങനെ രണ്ടാക്കും കൂടി ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസിച്ചതിന്റെ ശേഷമാണ് കല്യാണം എന്ന് തീരുമാനിക്കുന്നു എങ്കിൽ കല്യാണപ്രായം ഒരു 55 വയസ്സായിരിക്കും, അല്ലെങ്കിൽ 60 വയസ്സ്. ചെറുപ്പകാലത്തെ അത്രയും വലിയ വിലയാണ്. അങ്ങനെയാണ് സമൂഹം. അപ്പോ പുതിയ തലമുറ അവിടെ കല്യാണം കഴിക്കാൻ തന്നെ സന്നദ്ധരല്ല. പെൺകുട്ടികൾ, ഞാനിപ്പോ ഒരു വിദേശ രാജ്യത്ത് എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ തയ്യാറല്ല. പിന്നെയോ അഥവാ കല്യാണം കഴിച്ചാൽ പ്രസവിക്കാനും തയ്യാറല്ല. പിന്നെ ആണുങ്ങൾ പ്രസവിക്കുമോ? അതില്ലല്ലോ. അവിടെ എന്താ സംഭവിക്കുക? കുട്ടികളുണ്ടാവില്ല. കുട്ടികൾ എന്താ സംഭവിക്കുക? സമൂഹം ഇങ്ങനെ വയസ്സാവും കേട്ടോ, വയസ്സാവുമ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇന്ന് യൂറോപ്പിൽ വലിയൊരു ശതമാനം ആളുകൾ വയസ്സായിട്ട് നോക്കാൻ ആളില്ലാത്തവരാ, വൃദ്ധസദനങ്ങളിലാണ്. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ നമ്മളെ നാട്ടിൽ മരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ മരിച്ചത്. കാരണം ഈ വയസ്സന്മാരും കൂടി ഒരുമിച്ചാണ്. എല്ലാ വയസ്സിനും കൂടിയാണ് മരിക്കും. അവിടെ ശവം സംസ്കരിക്കാൻ പറ്റൂല. ഒരു ദിവസം 5 ശവം സംസ്കരിക്കുള്ളൂ. ശവസംസ്കാര കമ്പനി അവിടെ, നമ്മളവിടെ ഡ്രൈ ക്ലീനിങ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശവസംസ്കാര കമ്പനിയാണ്. അവർ 5 മൃതശരീരം ഒരു ദിവസം സംസ്കരിക്കുക. അപ്പോഴാണ് 100 കണക്കിന് മരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റോട്ട് കിടക്കും. അതാണ് നമ്മൾ TV കണ്ടത്.